ഒരുപാട് പുതിയ ഫീച്ചറുകളുമായി വാട്സാപ്പ് മാറുന്നു. ഇനി ഫോട്ടോകളും ഡോക്യുമെൻറ്റുകളും വീഡിയോകളും വാട്സാപ്പിൽ പങ്കുവയ്ക്കാൻ ഇൻ്റർനെറ്റ് വേണ്ട. പുതിയ ഫീച്ചർ പരീക്ഷണഘട്ടത്തിലാണ്. മാതൃകമ്പനിയായ മെറ്റയിലേക്ക് ഇന്ത്യക്കാരുടെ ഉൾപ്പെടെ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനാൽ വാട്സാപ്പിന് ഉപയോക്താക്കളെ നഷ്ടമാകുന്നുവെന്നും മുഖമിനുക്കാൻ പുത്തൻ സേവനങ്ങൾ കൊണ്ടുവരുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അടുത്തിടെ 2 മണിക്കൂറോളം ലോകത്താകെ വാട്സാപ്പ് സേവനങ്ങൾ പണിമുടക്കിയതോടെ 3.6 കോടിയുടെ നഷ്ടം വന്നിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നത്. ബ്ലൂടൂത്ത് വഴിയാണ് പുതിയ പ്രവർത്തനം. നിലവിൽ ക്വിക്ക് ഷെയർ, ഷെയറിറ്റ് പോലുള്ള ആപ്പുകളിലൂടെ ബ്ലൂടൂത്ത് വഴി ഫോട്ടോ പങ്കിടാം. വാട്സാപ്പിൻ്റെ അടുത്ത അപ്ഡേറ്റിൽ ഈ സേവനം വന്നേക്കും. ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കുമെന്നാണ് വാട്സാപ്പിൻ്റെ വാഗ്ദാനം. ഫോട്ടോ അയക്കുന്നവരുടെയും സ്വീകരിക്കുന്നവരുടെയും സെറ്റിംഗ്സിൽ പീപ്പിൾ നിയർ ബൈ ഐക്കൺ ഓൺ ചെയ്യണം. ഇത് ബ്ലൂടൂത്ത് പോലെ പ്രവർത്തിക്കും. ഫോൺ കണക്ട് ചെയ്യാവുന്നത്ര അടുത്താണോ എന്നറിയാൻ സെറ്റിംഗ്സിൽ ലൊക്കേഷൻ അനുമതി നൽകണം. നിലവിൽ ആരുടെ വാട്സാപ്പിലേക്കും ആർക്കും ഫോട്ടോകൾ അയക്കാം. പുതിയ സേവനത്തിൽ അയക്കുന്നവരും സ്വീകരിക്കുന്നവരും എഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഫയൽ കൈമാറ്റം നടക്കൂ. ഫോൺ നമ്പർ സേവ് ചെയ്യേണ്ട. ഇതോടെ ഉപഭോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്നും ഇൻ്റർനെറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലും ഫയലുകൾ കൈമാറാമെന്നും വാട്സാപ്പ് ഉറപ്പു പറയുന്നു. നിലവിൽ വലിയ ഫയലുകൾ അയക്കാൻ വിദ്യാർത്ഥികൾ ഏറെ ആശ്രയിക്കുന്നത് ടെലിഗ്രാമിനെയാണ്. ഗ്രൂപ്പുകളും സ്റ്റാറ്റസുകളും ഉള്ളതിനാൽ വാട്സാപ്പ് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടാറുണ്ട്. വാട്സാപ്പ് ഉപേക്ഷിച്ച വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുകയാണ് പുതിയ സേവനത്തിലൂടെ വാട്സാപ്പിൻ്റെ ലക്ഷ്യം. ടെലിഗ്രാമിൻ്റെ സീക്രട്ട് ഗ്രൂപ്പിന് സമാനമായി ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഹിഡൻ ഗ്രൂപ്പുകൾ വാട്സാപ്പിൽ വരുമെന്നും സൂചനയുണ്ട്. നിർമ്മിത ബുദ്ധി അതായത് AI ഉപയോഗിച്ചുള്ള സ്റ്റിക്കറുകളും ഉടൻ പുറത്തിറക്കും.